പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇത് നമ്മളെ കുറ്റിച്ചല് പുള്ളോട്ട് പോകണം റോഡാണ്. അപ്പോൾ ഈ നേഴ്സറിയിൽ പോകുന്ന റോഡാണ്. അപ്പോൾ ഇത് ഇന്ന് രാവിലെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ടച്ച് വെട്ടിയതാണ് ഈ കാണുന്നത്. അപ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ വെട്ടി റോഡിൽ ഇട്ടിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇത് അധികാരികളെ അടുത്ത് നിന്ന് എത്തിക്കുക, ഇതിനെ വേണ്ട നടപടി സ്വീകരിക്കുക. കാരണം വന്ന് വെട്ടിയിട്ടിട്ട് അതെടുത്ത് ഒതുക്കി ഇങ്ങോട്ടെങ്കിലും വിളയിലോട്ട് വലിച്ചങ്ങിട്ടിട്ട് പോയാലും മതി. പക്ഷെ അവർ വെട്ടി റോഡിലിട്ടിട്ടാണ് പോയിരിക്കുന്നത്. വണ്ടിയൊക്കെ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കുട്ടികൾക്ക് നടന്നു വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പോയി കിടക്കുന്നത്. ഈ കാണുന്ന ഇതാണ് കണ്ടോ. അപ്പോൾ എന്താണെന്നുള്ളത് ഇതിൻ്റെ നടപടി സ്വീകരിക്കുക. ഇങ്ങനെ ചെയ്തിട്ട് പോകുന്നത് ഒരിക്കലും ശരിയല്ല. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് അവർ ചെയ്തു പോകുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് ചെയ്തു പോകുന്നത്. ഇത് പുതിയ റോഡാണ്, എന്താ കുട്ടികളൊക്കെ നടന്നു വരുന്ന വഴിയാണ്. അപ്പോൾ അവിടെയാണ് ഈ രീതിയിൽ അവർ കാണിച്ചിരിക്കുന്നത്. അത് വാരി ഒതുക്കിയിടാതെ പോയിട്ടുണ്ട്. വണ്ടികളൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെയാണ് ഇവർ കിടക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഇതിനൊരു പരിഹാരം കാണുക. ഇത് അവരുടെ അടുത്ത് പറയുക. ഇതൊരു കോൺട്രാക്ട് വർക്കല്ലേ, അപ്പോൾ അവരുടെ അടുത്ത് പറയുക ഇത് കൃത്യമായിട്ട് അത് ചെയ്തിട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇവിടെ ഉള്ളത്. വേണ്ട നടപടി സ്വീകരിക്കുക. ഉദാഹരണ ഇവിടെ വണ്ടി വന്നാൽ പോലും പറ്റാത്തൊരവസ്ഥയാണ് ചെയ്യുന്ന വേല. ഇത് എല്ലായിടത്തും രീതി തന്നെയാണ് ചെയ്യുന്നത്. ചുമ്മാ വെട്ടി അങ്ങ് റോട്ടിലിട്ടിട്ട് പോകും. ഒരു കാർ വന്നാ പോവോ, ഒരു വണ്ടി വന്നാ ബൈക്ക് വന്നാ പോവോ? ഇത് കാണിക്കണത് മകാ തമ്മിടത്തണമല്ലേ. അപ്പോൾ ഇതിൻ്റെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അതിന് നിർദ്ദേശം കൊടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കാനായിട്ട് പറയുക. കാരണം പിള്ളേരൊക്കെ നടന്നു പോകുന്ന വഴിയാണ്, വണ്ടികൾ പോകുന്ന വഴിയാണ്, മെയിൻ റോഡാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൻ്റെ നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയെങ്കിലും കൃത്യമായിട്ട് പോകട്ടെ.